സൂറത്തുൽ ഖസസിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു വമിർ റഹ്മതിഹി ജഅല ലക്കുമുൽ ലൈല വന്നഹാർ. രാത്രിയും പകലും അവൻ സംവിധാനിച്ചു. ജഅല എന്ന് പറഞ്ഞാൽ സംവിധാനിക്കുക, ഉണ്ടാക്കുക. എന്തുകൊണ്ടാണ് രാത്രി ഉണ്ടാവുന്നത്? എന്തുകൊണ്ടാണ് പകലുണ്ടാവുന്നത്? എന്തുകൊണ്ടാണ് രാത്രി ഒരു നിശ്ചിത സമയം കഴിഞ്ഞാൽ മാറി പകലാവുന്നത്? എന്തുകൊണ്ടാണ് പകൽ ഒരു നിശ്ചിത സമയം കഴിഞ്ഞാൽ മാറി രാത്രിയാവുന്നത്? ആരാണിത് സംവിധാനിച്ചത്? ആരാണിത് ക്രമീകരിക്കുന്നത്? അള്ളാഹു പറയുന്നു, ഞാനാണ്. എന്തിനാണത്? ലിതസ്കുനൂ ഫീ, രാത്രി നിങ്ങൾക്ക് ഉറങ്ങണ്ടേ? അള്ളാഹു ചോദിക്കുക. ലിതസ്കുനൂ ഫീ, സമാധാനത്തോടുകൂടി. പകല് നിങ്ങൾക്ക് അധ്വാനമാണ്, ജോലി തിരക്കാണ്, അപ്പൊ വിശ്രമിക്കണം, ഉറങ്ങണം. അതിനെന്ത് വേണം? വെളിച്ചം. ഉറങ്ങാൻ നല്ലതല്ല, അതുകൊണ്ടാണ് നമ്മൾ ലൈറ്റ് ഓഫ് ആക്കുന്നത് ഉറങ്ങാൻ നേരം. വെളിച്ചം നല്ലതല്ല ഉറങ്ങാൻ, ബഹളം നല്ലതല്ല ഉറങ്ങാൻ. അപ്പൊ ശാന്തമായി ഉറങ്ങണം. അതുകൊണ്ട് അള്ളാഹു പറഞ്ഞു, ഞാൻ രാത്രിയെ ശാന്തമാക്കി. ഞാൻ രാത്രിയെ ശാന്തമാക്കി. രാത്രിയിൽ നിന്ന് ഞാൻ വെളിച്ചത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല നീക്കിക്കളഞ്ഞു. എന്തിനാണത്? ലിതസ്കുനൂ ഫീ, സമാധാനത്തിൽ കിടന്നുറങ്ങി വിശ്രമിക്കണം നിങ്ങൾ. വലിതബ്തഗൂ മിൻ ഫദ്ലി, പകൽ നിങ്ങൾ ജോലിക്ക് പോവുകയും വേണം, അഥവാ നിങ്ങളുടേതായ ഫദ്ല് നിങ്ങൾ അന്വേഷിക്കണം. വലഅല്ലകും തശ്കുറൂൻ, അതോടൊപ്പം ഈ നിഅമത്തുകളൊക്കെ ആലോചിച്ച് നിങ്ങൾ നന്ദിയുള്ള നല്ല മനുഷ്യന്മാരായി ജീവിക്കണം, നന്ദിയുള്ള ഹൃദയമുള്ള അടിമകളായി മാറണം. അതിനാണ് ഈ നിഅമത്തുകളൊക്കെ നിങ്ങൾക്ക് നൽകുന്നതെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. സൂറത്തുൻ നഹ്ലിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വഹുവല്ലദീ സഖറൽ ബഹറ, സമുദ്രത്തെ നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നു. വെള്ളം കണ്ടാൽ മനുഷ്യന് പേടിയാണ്. വെള്ളം എന്നും പേടിയാണ്. ലക്ഷോപലക്ഷം മനുഷ്യർ മരണപ്പെട്ടത് വെള്ളത്തിൽ മുങ്ങിയിട്ടാണ്. മനുഷ്യന്റെ മരണം കാത്തു നിൽക്കുന്നു വെള്ളം. പക്ഷേ അതേ സമുദ്രത്തെ മനുഷ്യൻ വളരെ ഭംഗിയായി കൈകാര്യം ചെയ്യുന്നു. ആരാണ് പാരാവാരം പോലെ പ്രവിശാലമായി കിടക്കുന്ന ഈ മഹാസമുദ്രത്തെ നമുക്ക് കീഴ്പ്പെടുത്തി തന്നത്? വലിയ തിരമാലകളും വലിയ അത്ഭുതങ്ങളും വലിയ നിഗൂഢതകളും നിറഞ്ഞ സമുദ്രത്തെ, അതിലെ ജീവജാലങ്ങളെ മനുഷ്യന് പിടിക്കാൻ പാകത്തിൽ സമുദ്രത്തെ അള്ളാഹു നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നു. വലയിട്ടുകൊണ്ട് സമുദ്രത്തിലെ ഭീമാകാരന്മാരായ വലിയ വലിയ മത്സ്യങ്ങളെ വരെ പിടിക്കാൻ മാത്രം അള്ളാഹു നിങ്ങൾക്ക് സൗകര്യം ചെയ്തു തന്നു. വഹുവല്ലദീ സഖറൽ ബഹറ ലിതഅകുലൂ മിൻഹു ലഹ്മൻ തരിയ, ഫ്രഷായ ലഹ്മുൻ തരി എന്ന് പറഞ്ഞാൽ ഫ്രഷായ നല്ല മാംസം, നല്ല മീന്, ശുദ്ധമായ മീനിനെ നിങ്ങൾക്ക് ലഭിക്കുന്നു. വതസ്തഖ്റുജൂ മിൻഹു ഹിലിയതൻ തൽബസൂനഹ, ധരിക്കാൻ ആവശ്യമായ മുത്തുകളും പവിഴങ്ങളും സമുദ്രത്തിൽ മുങ്ങി നിങ്ങൾ എടുക്കുകയും ചെയ്യുന്നു. വതറൽ ഫുൽക മവാഖിറ ഫീഹി, കപ്പൽ സമുദ്രത്തെ കീറി മുറിച്ച് മുന്നോട്ട് സഞ്ചരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. ഒരു ചെറിയ കല്ല് വെള്ളത്തിലിട്ടാൽ ആ കല്ല് താഴ്ന്നു പോകും. പക്ഷെ അതിനേക്കാൾ ഭാരമുള്ള കപ്പൽ സമുദ്രത്തിൽ താഴ്ന്നു പോകാതെ ഉയർന്നു നിൽക്കുന്നത് കാണാം. അള്ളാഹു ചോദിക്കുന്നു, ആരാത് സംവിധാനിച്ചത്? ആ നിയമം ആരാ സംവിധാനിച്ചത്? കപ്പലിനെ താങ്ങി നിർത്താൻ വെള്ളത്തോടാരാണ് പറഞ്ഞത്? വെള്ളത്തിൽ അങ്ങനെ ഒരു നിയമം സംവിധാനിച്ചത് ആരാ? നമ്മളാണോ? നമ്മൾ ആരുമല്ല. അള്ളാഹു പറയുന്നു, ഞാനാണ്. അള്ളാഹുവിന്റെ ഫദ്ല് തേടി രാജ്യങ്ങളിലേക്ക് നിങ്ങൾ സഞ്ചരിക്കാൻ, സമുദ്രത്തിൽ സഞ്ചരിച്ച് മീനുകളെ വേട്ടയാടാൻ, അതേപോലെ തന്നെ മുത്തും പവയങ്ങളും പുറത്തെടുത്ത് കൊണ്ടുവരാൻ, നിങ്ങളുടെ ജീവിത ഉപാധികൾക്ക് ആവശ്യമായ സംഗതികളൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ വേണ്ടി സമുദ്രത്തെ, കപ്പലിനെ ഒക്കെ നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നത് എന്തിനാ? വലഅല്ലകും തശ്കുറൂൻ, നിങ്ങൾ നന്ദിയുള്ളവരാകണം. അള്ളാഹുവിനോട് നന്ദി കാണിക്കുന്ന ആളുകളായി നിങ്ങൾ മാറുവാൻ വേണ്ടിയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ലോകത്ത് കടന്നു വന്ന സകല പ്രവാചകന്മാരും മാനവ സമൂഹത്തോട് പറഞ്ഞിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട വിഷയം നന്ദിയുള്ള ആളുകളായി തീരണം എന്നാണ്. ഒന്നാമത്തെ റസൂലായ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം, നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമയെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതെന്താണ്? ദുർരിയ്യത മൻ ഹമൽനാ മഅ നൂഹ് ഇന്നഹു കാന അബ്ദൻ ശകൂറാ. നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമയെ നിങ്ങൾ ഓർക്കണം. ഇന്നഹു കാന അബ്ദൻ ശകൂറാ. നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം നന്ദിയുള്ള അടിമയായിരുന്നു. നൂഹ് നബിയുടെ പ്രത്യേകതയെ അല്ലാഹു പറഞ്ഞത്, ക്വാളിറ്റിയായി പറഞ്ഞത്, സിഫത്തായി പറഞ്ഞത് ശകൂറായിരുന്നു, ഷാക്കിറായിരുന്നു എന്നാണ്. ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം
സൂറത്തുൻ നഹ്ലിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇന്ന ഇബ്രാഹീമ കാന ഉമ്മതൻ ഖാനിതൻ ലില്ലാഹി ഹനീഫ വലം യകു മിനൽ മുശ്രികീന ശാകിറൻ ലിഅൻഉമി ഇജ്തബാഹു വഹദാഹു ഇലാ സിറാത്തിൻ മുസ്തഖീം. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ഒരു സമൂഹമായിരുന്നു, ഉമ്മ, ഖാനിതൻ, വിനയാന്വിതനായിരുന്നു, ഹനീഫൻ, റുജുമാനസനായിരുന്നു, വലം യകു മിനൽ മുശ്രികീൻ, അദ്ദേഹം ശിർക്ക് ചെയ്യുന്ന ആളായിരുന്നില്ല, പിന്നെ ശാകിറൻ, നന്ദിയുള്ള ആളായിരുന്നു, ലിഅൻഉമി, അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തു കൊടുത്ത സകല നിഅമത്തുകൾക്കും നന്ദി കാണിക്കുന്ന അടിമയായിരുന്നു ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. അതുകൊണ്ട് ഇജ്തബാ, അല്ലാഹു അദ്ദേഹത്തെ തെരഞ്ഞെടുത്തു, വഹദാഹു ഇലാ സിറാത്തിൻ മുസ്തഖീം, സിറാത്തുൽ മുസ്തഖീമിലേക്ക് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയെ അല്ലാഹു വഴി നടത്തി. ശിർക്ക് ചെയ്യാത്ത ആളുകൾ അവരാണ് ശാകിർ. അല്ലാഹു ചെയ്തു തരുന്ന എല്ലാ നിഅമത്തുകൾക്കും നന്ദി കാണിക്കുന്നവനാകുന്നു മുവഹിദ്. അതുകൊണ്ട് ഇബ്രാഹിം നബി അല്ലാഹു തെരഞ്ഞെടുത്തു, സിറാത്തുൽ മുസ്തഖീമിലേക്ക് നയിച്ചു. എല്ലാ ദിവസവും 17 തവണ നിർബന്ധമായി റഹ്മാനായ നാഥന്റെ മുന്നിൽ കൈകെട്ടിക്കൊണ്ട് നമ്മൾ പറയുന്നത് എന്താ? ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം, അല്ലാഹുവേ സിറാത്തുൽ മുസ്തഖീമിലേക്ക് ഞങ്ങളെ നീ വഴി നടത്തണമേ. ആ പ്രാർത്ഥന സാർത്ഥകമായി തീരുന്നത് എപ്പോഴാണ്? നമ്മൾ നന്ദിയുള്ള ആളുകളായി തീരുമ്പോഴാണ്. നന്ദി കാണിച്ചത് കൊണ്ടാണ് ഇബ്രാഹിം നബി സിറാത്തുൽ മുസ്തഖീമിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നയിച്ചത് എന്നാണ്. എങ്ങനെയാ നന്ദി കാണിക്കേണ്ടത്? അല്ലാഹുവിന് ഇബാദത്ത് ചെയ്തുകൊണ്ട്, നേരത്തെ പറഞ്ഞ ഈമാൻ, ഇബാദാത്തുകൾ, ഇതൊക്കെ ചെയ്തുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് നന്ദി കാണിക്കേണ്ടത്. അതങ്ങനെ പഠിപ്പിച്ച മഹാനായ പ്രവാചകനാണ് അന്തിമ ദൈവദൂതനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് ഇമാം ബുഖാരിയും മുസ്ലിമും ഒക്കെ ഉദ്ധരിച്ച ഹദീസിൽ നമുക്ക് കാണാം, ഖാമൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം ഹത്താ തവർറമത് ഖദമാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി നിന്ന് നമസ്കരിക്കും, കാലിൽ നീര് വരുവോളം. ഫഖീല ലഹു ഗഫറല്ലാഹു ലക മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖർ. കഴിഞ്ഞുപോയതും വരാനിരിക്കുന്നതുമായ പാപങ്ങളൊക്കെ അല്ലാഹു പുറത്തു തന്നിട്ടില്ലേ? പിന്നെ എന്തിനാണ് ഇത്രയും പ്രയാസപ്പെട്ട് ഇബാദത്ത് ചെയ്യുന്നത്? ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇബാദത്തിന്റെ മറ്റൊരു മാന പഠിപ്പിച്ചു കൊടുക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അഫലാ അകൂന, മറ്റൊരു റിവായത്തിലുള്ളത് അഫലാ ഉഹിബ്ബു അൻ അകൂന അബ്ദൻ ശകൂറാ, നന്ദിയുള്ള ഒരു അടിമയാവാൻ എനിക്ക് ആഗ്രഹിച്ചുകൂടെ? റസൂലുള്ളാഹി ചോദിക്കാൻ, നന്ദിയുള്ള ഒരു അടിമയാവാൻ എനിക്ക് ആഗ്രഹിച്ചുകൂടെ? എനിക്ക് ഇഷ്ടപ്പെട്ടുകൂടെ? എന്റെ നാഥൻ എനിക്ക് എന്റെ പാപങ്ങൾ പുറത്തു തന്നിട്ടുണ്ടെങ്കിൽ, എനിക്ക് എന്തെല്ലാം നിഅമത്തുകൾ റഹ്മാനായ റബ്ബ് എനിക്ക് തന്നിട്ടുണ്ടോ, അതിനുള്ള നന്ദി കാണിക്കുവാൻ ഉള്ള മാർഗം അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യലാണ്, അവന് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യലാണ്, അവൻ ഹറാമാക്കിയ കാര്യങ്ങളിൽ നിന്നൊക്കെ വിട്ടുനിൽക്കലാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ റഹ്മാനായ നാഥന് നന്ദി കാണിക്കണമെന്നും, ആ നന്ദി കാണിക്കൽ മുവഹിദുകളുടെ, മുഅ്മിനുകളുടെ, മുസ്ലിമീങ്ങളുടെ അടയാളമാണെന്നും, നന്ദികേട് സത്യനിഷേധികളുടെ സ്വഭാവമാണെന്നും നമ്മൾ മനസ്സിലാക്കി. فمن شاء اتخذ إلى ربه سبيلا وما تشاءون إلا أن يشاء الله إن الله كان عليما حكيما.